ഹലോ, ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ നോൺ ലീനിയർ ഡൈനാമിക്സിൽ ലോജിസ്റ്റിക് മാപ്പാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിട്ടേൺ മാപ്പ് പ്ലോട്ട് ചെയ്തായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് ടൈം സീരീസാണ്. ടൈം സീരീസ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ ടൈം അല്ലെങ്കിൽ നമ്മുടെ ലോജിസ്റ്റിക് മാപ്പിൻ്റെ കേസിൽ ഐ ആണ് ടൈം സ്റ്റെപ്പ്. ഓക്കെ, വൈ ആക്സിസിൽ നമ്മളുടെ വേരിയബിൾ, അതായത് എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ഐ, അതാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈം സീരീസാണ് നമ്മൾ ഇതിനകത്ത് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ആവശ്യമുള്ള പാക്കേജൊക്കെ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലോജിസ്റ്റിക് ഫങ്ഷൻ നേരത്തെ എഴുതിയ സെയിം ലോജിസ്റ്റിക് ഫങ്ഷൻ തന്നെയാണ്. പിന്നെ മെയിൻ കോഡ് തുടങ്ങുകയാണ്. മെയിൻ കോഡിനകത്ത് n ടൈം എന്നൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്പർ ഓഫ് ടൈം സ്റ്റെപ്സ് ടു പ്ലോട്ട്. ഞാൻ എത്ര ടൈം സ്റ്റെപ്പാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. തൽക്കാലം 11 എന്നാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ റൺ ചെയ്യുന്നതിനനുസരിച്ച് അത് മാറ്റി മാറ്റി കൊടുക്കാം. എന്നിട്ട് ടി എന്നുള്ളൊരു അറേ ഉണ്ടാക്കിയിട്ടുണ്ട്. 0 മുതൽ എത്രയാണോ ആ നമ്പർ ഓഫ് ടൈം സ്റ്റെപ്പ് കൊടുത്തേക്കുന്നത് അത് -1 ആൻഡ് ഇൻ സ്റ്റെപ്സ് ഓഫ് n ടൈം. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് എന്നുള്ളത് അറിയാൻ എന്ത് ചെയ്യണം? പ്രിൻ്റ് ചെയ്ത് നോക്കുക. അതായത് ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഒരു പ്രിൻ്റ് ടി എന്ന് ഇട്ട് നോക്കുക. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്ത് വരും. അതൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ 3 ഡേറ്റ സെറ്റ് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് XY Z, അതായത് XI YI ZI, അങ്ങനെ 3 ഡേറ്റ സെറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിനെല്ലാം നമ്മളൊരു ഇനീഷ്യൽ വാല്യൂ കൊടുത്തു. സോ ആദ്യത്തേന് 0.3 കൊടുത്തു, രണ്ടാമത്തേന് 0.7 കൊടുത്തു, മൂന്നാമത്തേന് 0.9 കൊടുത്തു. ഒരു പാരാമീറ്റർ കൊടുക്കുകയാണ്. എയുടെ വാല്യൂ 0.2 ആക്കി വെച്ചു. ഓരോ ടൈം സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ലോജിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ആ വാല്യൂസാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്, വൈ പ്ലോട്ട് ചെയ്യുന്നുണ്ട്, ഇസഡ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാറും ഒക്കെ ഓരോ ഡെക്കറേഷൻ കൊടുത്തേക്കാണ്. ഓക്കെ, എന്നിട്ട് വൈഡ് റേഞ്ച് പ്ലോട്ട് ചെയ്യുന്നതിനകത്ത് ആ വൈഡ് റേഞ്ച് ഞാൻ 0 to 1 കൊടുത്തു. അതായത് പല വാല്യൂസ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ്. ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇത്തവണ ഞാൻ ലേബലും കൊടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ ഗ്രിഡ് കൊടുത്തിട്ടുണ്ട്, പ്ലോട്ട് ഷോയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റൺ ചെയ്യാം. ഇതെല്ലാം കൂടെ റൺ ചെയ്ത് ശരിയായിട്ട്. ഓക്കെ, ലേറ്റസ്റ്റ് റൺ ഓൺലി 1. കോഡ് ഓക്കെ. സോ ഇനീഷ്യൽ വാല്യൂ 0.3 ആയിരുന്നു കൊടുത്തത്. ആൻഡ് ടൈം പോകെ ടൈം വരെ n ആണ്. ഓക്കെ, സോ ഇനീഷ്യൽ വാല്യൂ 3.3 ആയിരുന്നു. പിന്നെ അത് കുറഞ്ഞ് അത് 0യിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ വേറൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അത് 0.7ലാണ് തുടങ്ങുന്നത്. അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും വാല്യൂ 0.7 ആയിരുന്നു. പെട്ടെന്ന് തന്നെ കുറഞ്ഞ് ഏതാണോ ഫിക്സ് പോയിന്റ്, നമ്മുടെ ഫിക്സ് പോയിന്റ് ഇവിടെ 0 ആണ്. 0.2 എന്നുള്ള എയുടെ വാല്യൂവിന് ഫിക്സ് പോയിന്റ് 0 ആണ്. അപ്പോൾ ആ 0 നിന്ന് ഫിക്സ് പോയിന്റിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നൗ ലെറ്റ് us give a fixed point 1.2. 1.2 എന്നാണ് പാരാമീറ്റർ എങ്കിൽ ഏത് ഫിക്സ് പോയിന്റ് ആണ്? ഫിക്സ് പോയിന്റ് 0 അൺസ്റ്റേബിൾ ആയിരിക്കും. പുതിയൊരു ഫിക്സ് പോയിന്റ് ആണ് സ്റ്റേബിൾ. 1 - 1/a ആയിരിക്കും സ്റ്റേബിൾ. അപ്പോൾ ഈ കേസിൽ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഫിക്സ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഫിക്സ് പോയിന്റ് 0-യിലല്ല ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്, വേറൊരു ഫിക്സ് പോയിന്റിലാണ് ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ആൻഡ് അടുത്ത വാല്യൂ എടുക്കാം. Plot at 1.6.
ഞാൻ 3 ഡിഫറെൻറ്റ് വാല്യൂന്ന് തുടങ്ങിയിട്ടുണ്ട്. 0.3 തുടങ്ങിയിട്ടുണ്ട്, 0.7 തുടങ്ങിയിട്ടുണ്ട്, 0.9 തുടങ്ങിയിട്ടുണ്ട്. ഈ 3 വാല്യൂന്നും എന്ത് ചെയ്തു, പതുക്കെ അത് ഇവോൾവ് ചെയ്ത് ആ ഫിക്സ് പോയിന്റ്, സെയിം ഫിക്സ് പോയിന്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി let's try 2.6. 2.6 ആകുമ്പോഴും ആ സെയിം ഫിക്സ് പോയിന്റിലേക്ക്, അതായത് 2.6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫിക്സ് പോയിന്റിലേക്കാണ് ഏത് ഇനിഷ്യൽ കണ്ടീഷനിൽ നിന്ന് നമ്മൾ തുടങ്ങിയാലും ആ വാല്യൂ എത്തുന്നത്. അതായത് 1 - 1/a എന്നുള്ള ഫിക്സ് പോയിന്റ് സ്റ്റേബിളാണ്. ഏത് ഇനിഷ്യൽ കണ്ടീഷനിൽ നിന്ന് തുടങ്ങിയാലും ആ ഫിക്സ് പോയിന്റിലേക്ക് തന്നെ എത്തുന്നുണ്ട്. എന്നാൽ x = 0 എന്നുള്ള ഫിക്സ് പോയിന്റ് അൺസ്റ്റേബിളുമാണ്. ഒരെണ്ണം നമുക്ക് എക്സാക്ട്ലി 0 എന്ന് തുടങ്ങാം. 0 എന്നുള്ള ഫിക്സ് പോയിന്റിലാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും. 0 എന്നുള്ള ഫിക്സ് പോയിന്റിലാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ആ ഫിക്സ് പോയിന്റ് ആണ്. പക്ഷേ അത് സ്റ്റേബിൾ അല്ല. വേറെ ഏത് വാല്യൂവിൽ തുടങ്ങിയാലും 0 എന്നുള്ള ഫിക്സ് പോയിന്റിലേക്ക് എത്തുന്നില്ല, പകരം 1 - 1/a ആ ഫിക്സ് പോയിന്റിലേക്കാണ് എത്തുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അപ്പോൾ 2.6 കൊടുത്തു, ഇനി 2.9 കൊടുക്കാം. കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? 2.9 കൊടുക്കുമ്പോൾ ആക്ച്വലി ഫിക്സ് പോയിന്റിലേക്ക് തന്നെയാണ് എത്തേണ്ടത്, പക്ഷെ നമ്മളൊരു ഓസിലേഷൻസ് കാണുന്നുണ്ട്. സോ ടൈം ഒന്ന് കൂട്ടി നോക്കാം, ഫിക്സ് പോയിന്റിലേക്ക് എവൻച്വലി എത്തുന്നോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. ഓക്കെ, ഞാൻ തൽക്കാലം ഗ്രീൻ പ്ലോട്ട് ചെയ്യുന്നില്ല. അതേപോലെ നമ്മൾ ഇനീഷ്യലി എത്ര ടൈമാണോ എന്നുള്ളത് അതൊന്ന് കൂട്ടി നോക്കുകയാണ്. 100 ടൈം സ്റ്റെപ്സ് ഞാൻ പ്ലോട്ട് ചെയ്യും. റൺ ചെയ്തു. സീൻസ് ലൈക്ക് സെയിം ഫിക്സ് പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് എല്ലാ വാല്യൂവും പ്ലോട്ട് ചെയ്യണ്ട, അവസാനത്തെ കുറച്ച് വാല്യൂ മാത്രമാണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. ഞാൻ 100 വരെ ചെയ്തില്ലേ, സോ 90 to 100 വരെ മതി. ഫിക്സ് പോയിന്റിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഇനി എന്ത് ചെയ്യുക? 2.9 ആയിരുന്നല്ലേ, ഇനി ഇത് നമ്മുടെ 3.1 ഇട്ടു. 3.1 ഇടുമ്പോൾ ഒരു ഫിക്സ് പോയിന്റ് അല്ല, 3.1ൽ ഓർക്കുക, നിങ്ങളുടെ ഫിക്സ് പോയിന്റ് സ്റ്റേബിൾ ആയിരുന്നില്ല. ഓക്കെ, അൺസ്റ്റേബിൾ, 2 ഫിക്സ് പോയിന്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള റീജിയൻ ആണ്. ഇവിടെ ഫിക്സ് പോയിന്റ് ഇല്ല, പകരം എന്താണ്, ആദ്യം ഒരു വാല്യൂ ഉണ്ട്, പിന്നെ വേറൊരു വാല്യൂ, പിന്നെ വീണ്ടും ആദ്യത്തെ വാല്യൂയിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, അതൊരു പീരിയോഡിക് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. റൈറ്റ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് 2 സൈക്കിൾ എന്നാണ്. ഓക്കെ, അതായത് 3.1 വാല്യൂവിൽ നമുക്കുള്ളത് 2 സൈക്കിൾ. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വാല്യൂ കൂട്ടി നോക്കാം. 3.32. സോ നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ അല്ല, വേറൊരു വാല്യൂ ആണ്, പക്ഷെ അവിടെയും 2 സൈക്കിൾ തന്നെയാണ്. ഇനി ഒരു 3.5. 3.5 എന്ത് സംഭവിച്ചു? 3.5ൽ 2 സൈക്കിളും അല്ല, ഇത് ഒരു വാല്യൂ, രണ്ടാമത്തെ വാല്യൂ, മൂന്നാമത്തെ വാല്യൂ, നാലാമത്തെ വാല്യൂ ആൻഡ് അഞ്ചാമത്തെ വാല്യൂ വന്നു കഴിയുമ്പോൾ
ആ ഒന്നാമത്തെ വാല്യൂ തന്നെയാണ്. ഓക്കെ, സോ 1, 2, 3, 4 അങ്ങനെ 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പീരിയോഡിക് ബിഹേവിയർ തന്നെയാണ്, പക്ഷേ ഇതൊരു 4 സൈക്കിളാണ്. ഓക്കെ, ഈ ഒരു വാല്യൂ ഇത് കഴിഞ്ഞിട്ട് 4ാമത്തെ വാല്യൂ ആണ് ഇതിന് സെയിം ആയിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ പേരാണ് 4 സൈക്കിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോഗ്രാമിനകത്ത് ഈ എയുടെ വാല്യൂ മാറ്റി മാറ്റി കൊടുക്കുക, എന്താണ് ബിഹേവിയർ എന്നുള്ളത് കണ്ടുപിടിച്ചു.